അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ തക്കാളിയിൽ ഒരുപാട് നാളുകൊണ്ട് പൂവിട്ട് നിൽക്കുന്നു. പൂ കൊഴിഞ്ഞു പോകുമെന്ന് എനിക്കൊരു പേടിയായിരുന്നു. 3-4 തക്കാളിയായി. പക്ഷേ അതിന് ഒന്നും കൊഴിഞ്ഞു പോവാതെ കാ ആവാൻ നമുക്കൊരു വളം ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇതാ ഇങ്ങനെ വാടി നിൽക്കുന്ന ഇലകളുണ്ടല്ലോ, ആ ഇലകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിൽ പെട്ടെന്ന് കീടബാധയോ ഉണ്ടാവും. വെള്ളീച്ചയും കീടം ഉണ്ടാവാൻ പെട്ടെന്ന് അതിന് വഴിയൊരുക്കും. പിന്നെ മുകളിലോട്ട് ഈ തിങ്ങി നിറഞ്ഞ് ഇല നിൽക്കുകയാണെങ്കിൽ ഒന്നിടവിട്ടുള്ള ഇല പകുതി വെച്ച് കട്ട് ചെയ്ത് മാറ്റണം. എന്ന് വെച്ച് തോനെയങ്ങും കട്ട് ചെയ്ത് കളയരുത്. ചെടിക്ക് ഉണക്ക് വല്ലതും വരും. പതുക്കെ ആ ഇടയിലുള്ളത് 1-2-3-4 ഇല കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ തൂങ്ങിക്കിടക്കുന്നുണ്ടല്ലോ, അങ്ങനെ തൂങ്ങിക്കിടക്കരുത്. അതേതെങ്കിലും വള്ളിയിലോ വല്ലോ കയറിലോ ചുറ്റി എവിടെയെങ്കിലും അതിനൊരു താങ്ങ് കൊടുക്കണം. ഇത് മുട്ട അവിച്ച വെള്ളമാണ്. ഈ മുട്ടത്തോട് നമുക്ക് പ്രയോജനമില്ല, എന്നിരുന്നാലും എൻ്റെ ചെടിയുടെ മൂട്ട് തന്നെ കിടക്കട്ടെ. ആ വെള്ളം ആ ചെടിക്ക് നല്ലതാണ്. അപ്പോൾ അതും ഒഴിച്ചു കൊടുത്ത് ഈ ഇലയൊക്കെ കണ്ടോ, ഈ ഇലയൊന്നും കളയരുത്. ഇതെല്ലാം ഇത് വെള്ളീച്ച കണ്ട, ഇത് പെട്ടെന്ന് ബാധിക്കും. ഇതെല്ലാം നമ്മൾ ഇടുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിനകത്ത് നമുക്കിടാം. ഇട്ട് അതിൻ്റെ കൂടെ പൊടിഞ്ഞ് കിട്ടും ഈ ഇലയെല്ലാം. അപ്പം നമുക്ക് വളം ഉണ്ടാക്കാൻ പോവാം. വളം ഉണ്ടാക്കുന്നത് മുട്ടത്തോടും ഉള്ളിത്തോലും ചായക്കൊത്ത് ഞാൻ നല്ലതുപോലെ കഴുകി ഉണക്കി വെച്ചിരുന്നതാണ്. പഞ്ചസാരയും പാലിൻ്റെ ഇതും എല്ലാം കളഞ്ഞ് ഉണക്കി ഞാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം. അപ്പം മിക്സിയിൽ നല്ലതുപോലെ പൊടിച്ചിട്ട് മണ്ണിളക്കി ഞാൻ മുട്ടത്തോട് വെന്ത വെള്ളം ഞാൻ ഒഴിച്ച്, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാതെ. പോരെങ്കിൽ ഇവിടെ മഴയാണ്, ഇന്നലെ ചാറിക്കൊണ്ട് മഴ നിൽക്കുകയാണ്. അപ്പോൾ മണ്ണുമായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതേപോലെ തക്കാളിയുടെ വേരിലൊന്നും തട്ടരുത് നമ്മൾ ഇളക്കുമ്പോൾ. അപ്പം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ ഈ കായെല്ലാം, ഈ പൂവെല്ലാം അത് തക്കാളിയാവും, കൊഴിഞ്ഞു പോവത്തുമില്ല. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.